സദാനന്ദൻ മാസ്റ്ററെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയുടെ കത്ത്. രാഷ്ട്രം ആദ്യമെന്ന ആശയധാരയും സമർപ്പണവുമാണ് മാസ്റ്ററുടെ മുഖമുദ്ര. സദാനന്ദൻ മാസ്റ്ററുടെ ധൈര്യം കേരളത്തിന് അകത്തും പുറത്തും സുപരിചിതമാണ്. ചില എംപിമാർ മാസ്റ്ററുടെ ജീവിത സമരങ്ങളെ പരിഹസിച്ച് സ്വയം അപമാനിതരായെന്നും പ്രധാനമന്ത്രി കുറിച്ചു. ദേശസ്നേഹവും സംസ്കാരത്തോടുള്ള അഭിമാനവും മാസ്റ്ററുടെ അവിഭാജ്യ ഘടകമാണ്. കേരളത്തിന്റെ വികസനം മാസ്റ്ററുടെ അഭിലാഷമാണ്. മാസ്റ്ററുടെ പ്രസംഗം പാർലമെന്റിനെ സമ്പന്നമാക്കിയെന്നും പ്രധാനമന്ത്രിയുടെ കത്ത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, സദാനന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വാക്കുകളാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, കഴിഞ്ഞ ദിവസം സദാനന്ദ മാസ്റ്റർ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം, അതായത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപനത്തിന്മേൽ രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കൊടുവിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു രാജ്യസഭയിൽ അംഗമായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം ഏറെ വൈകാരികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകൾ, അതായത് CPM നരാധിപന്മാർ വെട്ടിമാറ്റിയ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് പകരം വെച്ച വെപ്പുകാലുകൾ ഊരി ഈ സഭയുടെ മേശപ്പുറത്ത് സ്പീക്കറുടെ അനുമതിയോടുകൂടി വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ പ്രസംഗം രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ സദാനന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസംഗം സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന് പുറമെയാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കത്തെഴുതിയിരിക്കുന്നത്. ഈ കത്തിൽ സൂചിപ്പിക്കുന്നത് സദാനന്ദൻ മാസ്റ്ററുടെ സംസാര ശൈലി, പ്രസംഗത്തിൻ്റെ ശൈലി തന്നെ ഏറെ ആകർഷിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ ഭാവനയോടുകൂടി, വളരെ പക്വതയോടുകൂടി അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, എല്ലാത്തിനുമുപരി രാഷ്ട്രം എന്നുള്ള തൻ്റെ കാഴ്ചപ്പാട്, ആ വ്യക്തിത്വം കൃത്യമായി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലുമൊക്കെ നിഴലിച്ചു നിന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, ചില MPമാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അപമാനിക്കുന്ന തരത്തിൽ ചില സംഭാഷണങ്ങൾ നടത്തി. എന്നാൽ ആ MPമാരുടെ സംഭാഷണം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്നുള്ളത് അത് അവർക്ക് തന്നെ അപമാനകരമാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇതിനെല്ലാം ഉപരി ദേശസ്നേഹവും അതേപോലെ തന്നെ സംസ്കാരത്തോടുള്ള പ്രതിബദ്ധതയും ഒക്കെ തന്നെ സദാനന്ദൻ മാസ്റ്ററുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതും പ്രധാനമന്ത്രി തൻ്റെ കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വികസനം അത് സദാനന്ദൻ മാസ്റ്ററുടെ സ്വപ്നമാണ്. മാസ്റ്ററുടെ പ്രസംഗത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ നിഴലിച്ചു നിന്നു. ആ സ്വപ്നം ഈ ബഡ്ജറ്റിലൂടെ യാഥാർത്ഥ്യമാണ് ാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാസ്റ്ററുടെ പ്രസംഗം പാർലമെൻറ്റിനെ സമ്പന്നമാക്കി. ഇനിയും വരും ദിവസങ്ങളിലും സ്വാഭാവികമായും മാസ്റ്ററുടെ പ്രസംഗങ്ങളുണ്ടാകും. അത് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാജ്യസഭയുടെ പ്രാപ്തിയെ കൂടുതൽ സമ്പന്നമാക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി തൻ്റെ കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നീലിമ. ഓക്കെ നന്ദഗോപൻ.